നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ബാങ്ക് ജോലി നോക്കുന്നവർക്ക് ഇപ്പോൾ മികച്ച ഒരു സമയമാണ്. 4 ബാങ്ക് റിക്രൂട്ട്മെന്റുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. 7500-ലധികം തൊഴിൽ അവസരങ്ങൾ ലഭ്യമാണ്. ബാങ്കുകളുടെ ബാങ്ക് ഓഫ് ബാങ്ക്സ് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ SBIയിൽ ഒക്കെ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇതുകൂടാതെ നബാർഡ് കൃഷി ബാങ്കിൽ അവസരങ്ങളുണ്ട്. ഇതൊന്നും കൂടാതെ 11 ബാങ്കുകളിലേക്ക് IBPS സംഘടിപ്പിക്കുന്ന റിക്രൂട്ട്മെന്റും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ബാങ്ക് റിക്രൂട്ട്മെന്റുകൾ അത് വിവിധ തസ്തികകളിലേക്ക്, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ മുതൽ ക്ലർക്കുമാർ വരെയുള്ള തസ്തികകളിൽ, അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെയുള്ള അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രതിവർഷം ഏതാണ്ട് 66 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങൾ. കാരണം എല്ലാ റിക്രൂട്ട്മെന്റും നല്ല ശമ്പളമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ആണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, LICയിലേക്ക് ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് വിവരങ്ങളും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നു, ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം നബാർഡിലാണ്. നബാർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ബാങ്കാണ്. ഇവിടെ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. പ്രതിമാസം 1 ലക്ഷം രൂപ ശമ്പളം നേടുവാനുള്ള അവസരങ്ങൾ ഉണ്ട്. അപ്പം 102 ഒഴിവുകളാണ്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് A തസ്തികയിലേക്കാണ് ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 27 ജൂലൈ മുതൽ 15 ഓഗസ്റ്റ് വരെ അപ്ലൈ ചെയ്യാവുന്ന അവസരങ്ങളാണ്. ഇതിന്റെ ഓൺലൈൻ എക്സാമിനേഷൻ ഫേസ് 1 നടക്കുക സെപ്റ്റംബർ 1-ാം തീയതി ആയിരിക്കും. അപ്പോൾ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിൽ ജനറൽ എന്നതിൽ 50 ഒഴിവുകളാണുള്ളത്. ചാർട്ടേഡ് അക്കൗണ്ടിന് 4 ഒഴിവുകളുണ്ട്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ 7 ഒഴിവുകൾ. കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി 16 ഒഴിവുകൾ. അങ്ങനെ അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഫുഡ് പ്രോസസ്സിങ്, ഫോറസ്ട്രി, പ്ലാന്റേഷൻ, ജിയോ ഇൻഫോർമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഹ്യൂമൻ റിസോഴ്സ്, ഇങ്ങനെ എല്ലാം കൂടി 102 ഒഴിവുകളാണ് ഈ നബാർഡിൽ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇവരുടെ ഈ സൈറ്റിൽ, ഇവരുടെ നോട്ടിഫിക്കേഷനിൽ ബാക്കി കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വന്നാൽ ഇതിൻ്റെ എലിജിബിലിറ്റി ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എലിജിബിലിറ്റി, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/7 ജൂലൈ 1 പ്രകാരമായിരിക്കും. അപ്പോൾ ആദ്യത്തെ ജനറൽ കാറ്റഗറിയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് 60% മാർക്സ്. അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് MBA PGDM ഉൾപ്പെടെ ഏതെങ്കിലും PG ഉള്ളവർക്ക് 55% മതിയായിരിക്കും. അല്ലെ CA CS ICWA PhD ഒക്കെ കഴിഞ്ഞവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. പിന്നെ ഫൈനാൻസിലേക്കൊക്കെ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ BBA അല്ലെങ്കിൽ BMS അങ്ങനെയൊക്കെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അതല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഫൈനാൻസ്, MBA ഫൈനാൻസ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അവസരങ്ങളിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് 4 ഇയേഴ്സ് ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് BTech, അത് കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ളവർക്ക്. അല്ലെങ്കിൽ MCA പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ഒക്കെ ഉള്ളവർക്കും ഒക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അഗ്രികൾച്ചറിലേക്കാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ, BSc അഗ്രികൾച്ചർ ഒക്കെ കഴിഞ്ഞവർക്ക്. അപ്പം അങ്ങനെ ഓരോ തസ്തികയിലേക്ക്, ഇപ്പോൾ ഫിഷറീസിലാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസ്, അങ്ങനെയൊക്കെയുള്ള ഡിഗ്രികളുണ്ട്. ഫുഡ് പ്രോസസ്സിങ്ങിൽ ഡിഗ്രി ഉള്ളവർക്ക് ഫുഡ് പ്രോസസ്സിങ് അവസരങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം അങ്ങനെ ഓരോ അവസരങ്ങൾ, ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ BSc സ്റ്റാറ്റിസ്റ്റിക്സോ മാത്സോ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. സിവിൽ എഞ്ചിനീയറിങ്ങിന് BTech സിവിൽ ഒക്കെ കഴിഞ്ഞവർക്ക്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അങ്ങനെ BTech സിവിൽ കഴിഞ്ഞവർക്ക്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോ തസ്തികയിലേക്ക്, ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സിലേക്കാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി, അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA HR ഇങ്ങനെയൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൂടെ ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും, ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ, അതിൻ്റെ സിലബസ് ഒക്കെ നൽകുന്നുണ്ട്. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും. ഇവിടെ എക്സാം സെൻറ്റേഴ്സ്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സ്
കേരളത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ, എറണാകുളം മിക്കവാറും എല്ലാ ജില്ലകളിലും എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ജനറൽ കാറ്റഗറിയിൽ 850 രൂപയായിരിക്കും. എന്നാൽ എലിജിബിൾ ആയിട്ടുള്ളവർക്ക് 150 രൂപ ആപ്ലിക്കേഷൻ ഫീ നൽകിയാൽ മതിയായിരിക്കും. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ട്. ഇതിൻ്റെ സാലറിയും കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഇവിടേക്ക് വന്നാൽ അതിൻ്റെ സാലറി ഇവരുടെ സൈറ്റിൽ ലഭ്യമാണ്. ആപ്ലിക്കേഷൻ ഫീ 850 രൂപയാണ് ജനറൽ കാറ്റഗറിയിൽ. SC ST PWDക്കാർക്ക് 150 രൂപ നൽകിയാൽ മതിയായിരിക്കും. സാലറി പേ സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇനീഷ്യൽ മന്ത്ലി ഗ്രോസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 ലക്ഷം രൂപയായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സെലക്ട് ആയാൽ 1 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളമുള്ള അവസരങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓഫ് ബാങ്ക്സ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ റിസർവ് ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. 94 ഒഴിവുകളാണ് റിസർവ് ബാങ്കിലുള്ളത്. 1,22,000 വരെ പ്രതിമാസ ശമ്പളമുള്ള അവസരമാണ്. ഈ റിസർവ് ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി. ഗ്രേഡ് ബിയിൽ ഓഫീസേഴ്സിന്റെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓൺലൈനായിട്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. റിസർവ് ബാങ്കിന്റെ സൈറ്റിൽ വേണം അപ്ലൈ ചെയ്യാൻ. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 16 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇതിൻ്റെ പരീക്ഷകൾ സെപ്റ്റംബർ 8 അല്ലെ സെപ്റ്റംബർ 14 ദിവസങ്ങളിലൊക്കെ ആയിരിക്കും. ഓരോ പോസ്റ്റ് അനുസരിച്ച് നടക്കുക. അതിൻ്റെ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് ഒക്ടോബർ മാസത്തിൽ നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഒരു സൈറ്റിലേക്ക് വന്നാൽ നമ്പർ ഓഫ് വേക്കൻസീസ് കാണാനായിട്ട് കഴിയും. ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ജനറൽ 66 ഒഴിവുകളാണുള്ളത്. അതേപോലെ തന്നെ DEPR ഇവിടെ 21 ഒഴിവുകളാണ്. DSIMൽ 7 ഒഴിവുകളാണ്. ടോട്ടൽ 94 ഒഴിവുകളാണ് ലഭ്യമായിരിക്കുന്നത്. അപ്പം ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി എന്തായിരിക്കും, ആ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇവിടേക്ക് വന്നാൽ ഇവരുടെ സൈറ്റിൽ ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നൽകുന്നുണ്ട്. പേ സ്കെയിൽ ഞാൻ ആദ്യം സൂചിപ്പിക്കാം. ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 55,200 മുതൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും 99,750 വരെയായിരിക്കും. ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് 1,22,717. അറ്റ് പ്രസന്റ് ദ ഇനീഷ്യൽ മന്ത്ലി ഗ്രോസ് എത്രയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ 1,22,717 ആണ് കിട്ടുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 1,4 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളമുള്ള അവസരമാണ്. വളരെ മികച്ച ഒരു ശമ്പളമാണ്. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഏജ് 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജൂലൈ 1, 2024 പ്രകാരമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള നബാർഡിന്റെ ഏതാണ്ട് സമാനമായ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ആദ്യത്തെ ജനറൽ തസ്തികയിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള അല്ലെ ഇക്വലൻ്റ് ആയിട്ടുള്ള ടെക്നിക്കലോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ 60% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഡിഗ്രി 60% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. SC STക്കാർക്കും അംഗവൈകല്യമൊക്കെ ഉള്ളവർക്ക് 50% മാർക്കുണ്ടെങ്കിൽ മതി. പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും 55% ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി രണ്ടാമത്തെ DEPRലേക്കാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് അല്ലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫൈനാൻസ്, അങ്ങനെയൊക്കെയുള്ള ക്വാളിഫിക്കേഷനാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ തസ്തിക DSIMലേക്കൊക്കെ ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ അല്ലെ ഡേറ്റാ സയൻസോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ മെഷീൻ ലേണിംഗ് ഇങ്ങനെയൊക്കെയുള്ള പഠിച്ചവർക്കൊക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമിനേഷനിൽ നമ്മുടെ കേരളത്തിൽ സെൻറ്ററുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഇവിടെ കാണാനായിട്ട് സാധിക്കും. കേരളത്തിലെ ഒട്ടനവധി ജില്ലകളിൽ അവസരങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് എടുക്കാവുന്നതാണ്. ബാക്കി ഫേസ് 2 തിരുവനന്തപുരത്തായിരിക്കും അവസരങ്ങൾ ഉള്ളത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും. ജനറൽ കാറ്റഗറിക്ക് 850 രൂപ പ്ലസ് GST പേ ചെയ്യേണ്ടതായിട്ട് വരും. മൂന്നാമത്തെ ബാങ്കുകളിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് IBPSന്റെ റിക്രൂട്ട്മെന്റ് ആണ്. ക്ലറിക്കൽ തസ്തികയിൽ ഏതാണ്ട് 6000-ലധികം ഒഴിവുകളിലേക്ക് ഇന്ത്യൻ ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 11 വിവിധ ബാങ്കുകളിലേക്കാണ്. അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 21 ആയിരുന്നു. എന്നാൽ അതിപ്പോൾ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത്
ജൂലൈ 28 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ആ ഒരു അവസരത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ ഈ യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് ആ അവസരവും പരിശോധിക്കാവുന്നതാണ്. ഓർക്കുക, അതിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ 28, 2024 എന്നുള്ള കാര്യം. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്നും പരിശോധിക്കാം. ഏതാണ്ട് 1040ഓളം ഒഴിവുകളാണ് ഇവിടെ ലഭ്യമായിരിക്കുന്നത്. പ്രതിമാസം 66 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള, അതായത് ഒരു മാസം 5.25 ലക്ഷം രൂപ വരെ ശമ്പളം ലഭ്യമാകുന്ന അവസരങ്ങളുമുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഒന്ന് കാണാൻ പറ്റും. ഇവിടെ കാണാനായിട്ട് സാധിക്കും. സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇതൊരു കോൺട്രാക്ച്വൽ റിക്രൂട്ട്മെന്റ് ആയിരിക്കും. അതായത് ഇതുവരെയുള്ള റിക്രൂട്ട്മെന്റുകൾ ഞാൻ സൂചിപ്പിച്ചൊക്കെ പെർമനന്റ് ആയിരുന്നെങ്കിൽ ഇത് കോൺട്രാക്ടർ ആയിരിക്കും. 5 ഇയർ വരെയൊക്കെയുള്ള കോൺട്രാക്റ്റിലേക്കായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ്. ഇതിന് നിങ്ങൾക്ക് ഓഗസ്റ്റ് 8 വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒഴിവുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. വിവിധ തസ്തികകളിലായിട്ട് 1040 ഒഴിവുകളാണ് SBIയിൽ ഈ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിൽ ലഭ്യമായിരിക്കുന്നത്. ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. VP ഹെൽത്ത് ഒക്കെ 600ഓളം ഒഴിവുകളുണ്ട്. അങ്ങനെ വിവിധ കാറ്റഗറിയിൽ റിലേഷൻഷിപ്പ് മാനേജർ 150 ഒഴിവുകൾ, അങ്ങനെ വിവിധ കാറ്റഗറിയിലൊക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ എല്ലാം കൂടെ 1040 ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ സാലറി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. സാലറിയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള VP വെൽത്ത് ഇവിടെ 45 ലക്ഷമാണ് പ്രതിവർഷ ശമ്പളം. ശമ്പളം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കമ്പനിക്ക് 45 ലക്ഷമാണ്. ഏറ്റവും കൂടുതൽ ശമ്പളമുള്ളത് 66 ലക്ഷം റീജിയണൽ ഹെഡ്, അതായത് പ്രതിമാസം 5.25 ലക്ഷം രൂപ ശമ്പളമൊക്കെയുള്ള അവസരങ്ങളുണ്ട്. ഇപ്പം എല്ലാം മികച്ച ശമ്പളമുള്ള അവസരങ്ങളായിരിക്കും. 5 ഇയർ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും. ഫസ്റ്റ് ഇയർ പ്രൊമോഷൻ ആയിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓരോ തസ്തികയിലും വേണ്ട എലിജിബിലിറ്റിയും കൂടി ഒന്ന് പെട്ടെന്ന് കണ്ടുപോകാം. ആദ്യത്തേത് പോസ്റ്റ് സെൻട്രൽ റിസർച്ച് ടീം. അത് MBA അല്ലെ PGDM PGDBA ഒക്കെ കഴിഞ്ഞവർ, PG ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. NISM സർട്ടിഫിക്കേഷൻ ഉള്ളത് പ്രിഫേർഡ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ 5 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും ഈ ഒരു അവസരം എന്നുള്ള കാര്യം ഓർക്കുക. രണ്ടാമത്തേത് സെൻട്രൽ റിസർച്ച് ടീം സപ്പോർട്ട് എന്ന തസ്തികയിലേക്ക് ഡിഗ്രിക്കാർക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ്സുകാർക്കും അപ്ലൈ ചെയ്യാം. അത് കൊമേഴ്സിലോ ഫിനാൻസിലോ എക്കണോമിക്സിലോ മാത്സിലോ സ്റ്റാറ്റിസ്റ്റിക്സോ, അതായത് BSc മാത്സ്, MSc മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ BCom MCom ഇങ്ങനെയൊക്കെയുള്ള BA എക്കണോമിക്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 3 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രൊജക്ട് ഡെവലപ്മെന്റ് മാനേജറായിട്ട് MBA അല്ലെങ്കിൽ BTech PGDMകാർക്കൊക്കെ അപേക്ഷിക്കാം. 4 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഈ ഒരു തസ്തികയിൽ പ്രൊജക്ട് ഡെവലപ്മെന്റ് മാനേജർ തസ്തികയിൽ MBA PGDM ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 5 ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാം. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ 3 ഇയർ എക്സ്പീരിയൻസ് കാണണം റിലേഷൻഷിപ്പ് മാനേജറായിട്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. VP വെൽത്ത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ളത്. ഇത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. MBA അത് 60% മാർക്കോടെ ഉള്ളവരെ പ്രിഫർ ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 5 ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് റിലേഷൻഷിപ്പ് മാനേജറായിട്ട് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാങ്കിങ് അല്ലാത്ത ഒരു അവസരം കൂടി പരിശോധിക്കാം. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിൽ ഏതാണ്ട് 200ഓളം പേരെ നിയമിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കൂടെ വളരെ വേഗം ഒന്ന് പരിശോധിക്കാം. ജൂനിയർ അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിന്റെ അവസരങ്ങളൊന്ന് പരിശോധിക്കാം. എന്താ ഇവിടെ നിങ്ങൾക്ക് വന്നാൽ ഓരോ സംസ്ഥാനത്തും ലഭ്യമായിരിക്കുന്ന അവസരങ്ങളുടെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. ടോട്ടൽ 200 ഒഴിവുകളാണുള്ളത്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഒഴിവുകളില്ല. എന്നാൽ മറ്റ് സംസ്ഥാനത്തെ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇതിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് കഴിയും. നമുക്ക് ആദ്യം എന്നുവരെ ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കാം. 25 ജൂലൈ മുതൽ ഓഗസ്റ്റ് 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. സെപ്റ്റംബറിലായിരിക്കും ഓൺലൈൻ എക്സാമിനേഷൻ. ഒരു ഓൺലൈൻ എക്സാമിനേഷനിലൂടെ ആയിരിക്കും ഈ സെലക്ഷൻ നടത്തുക. ഇതിന്റെ ശമ്പളം ഇവിടെ കാണാനായിട്ട് സാധിക്കും. വിവിധ നഗരങ്ങളിൽ പല കാറ്റഗറി അനുസരിച്ച് വിവിധ നഗരങ്ങളിൽ ശമ്പളം വ്യത്യസ്തമായിരിക്കും. ഇതിന്റെ പേ സ്കെയില് 32,000 മുതൽ 35,200 വരെ ആയിരിക്കും. ഇവിടെ ഓരോ കാറ്റഗറിയിലെയും ലഭ്യമായിരിക്കുന്ന ശമ്പളം അത് എത്രയായിരിക്കും? ഒരു 35,000, 32,000, 30,000 ഒക്കെ ശമ്പളം പ്രതിമാസം പ്രതീക്ഷിക്കാവുന്നതാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്കൊന്ന് പരിശോധിക്കാം. ഏജ് 21 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജൂലൈ 1, 2024 പ്രകാരമായിരിക്കും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതായത് ഏതെങ്കിലും വിഷയത്തിൽ 60% ഡിഗ്രി നേടിയിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്.
ഡിസ്റ്റൻസ് ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് പഠിച്ചവർ എലിജിബിൾ ആകില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ലിറ്ററസി കാണണം, ഓപ്പറേറ്റിംഗ് ആൻഡ് വർക്കിംഗ് നോളജ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം മാൻഡേറ്ററി ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വർക്കിംഗ് എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നില്ല, കമ്പ്യൂട്ടർ സ്കില്ല് വേണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഏജ് 21 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയായിരിക്കും സെലക്ഷൻ? ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. ഓൺലൈൻ എക്സാമിനേഷൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ സെലക്ഷൻ നടത്തുക. ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓർക്കുക, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഇതിൻ്റെ വേക്കൻസി ഇല്ല, എന്നാൽ മറ്റ് സംസ്ഥാനത്തെ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും, 800 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് നമ്മളെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ്, കേരളത്തിൽ അവസരങ്ങളില്ലെങ്കിലും കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അതെവിടെയൊക്കെ ആയിരിക്കും എന്ന് പരിശോധിക്കാം. എന്താ ഇവരുടെ സൈറ്റിലേക്ക് വന്നാൽ കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം, കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ ഈ നഗരങ്ങളിലായിരിക്കും എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവരുടെ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പം 4 ബാങ്കുകളിലേക്കും LIC ഹൗസിംഗ് ഫിനാൻസിലേക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന കുറേയേറെ അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതാത് ബാങ്കുകളുടെ അല്ലെങ്കിൽ LICയുടെ ഒക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.